ഓക്കെ, നമ്മള് ഫസ്റ്റ് മോഡ്യൂളാണ് അല്ലെ നോക്കിയത്. ഇനി മുതൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലോട്ട് കടക്കുകയാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഒരു ടൂളിനെ പറ്റി അല്ലെ, ഒരു മെറ്റൽ കട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിനെ പറ്റി പഠിച്ചു, അതിന്റെ നോമൻക്ലേച്ചറിനെ പറ്റി പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ടിംഗ് പഠിച്ചു, അതിൽ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞതിന്റെ അനാലിസിസ് പഠിച്ചു, ഹൗ ടൂൾ വെയർ അല്ലെ, ടൂളിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, ഒരു മെഷീനിങ് ചെയ്യുമ്പോൾ ടൂൾ എങ്ങനെ ഹീറ്റ് ആവുന്നു, അതിൽ എത്രത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേക്ക് കടക്കുമ്പോൾ സെക്കൻഡ് ടു ഫിഫ്ത്ത് മോഡ്യൂൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മോഡ്യൂൾ, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മോഡ്യൂൾ. ആക്ച്വലി ഈ ഇത്രയും മോഡ്യൂൾസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷീൻസിനെ പറ്റിയിട്ടാണ്, പല ടൈപ്പ് ഓഫ് മെഷീൻസ്. ഓക്കെ, ഇൻ സെക്കൻഡ് മോഡ്യൂൾ യു വിൽ ഗോ ടു ജനറൽ പർപ്പസ് മെഷീൻ ടൂൾസ്. ഇനി തേർഡ് മോഡ്യൂൾ ആണെങ്കിൽ ഷേപ്പർ, പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസിനെ പറ്റി പഠിക്കും. ഫോർത്തിൽ മില്ലിംഗ് മെഷീനെ പറ്റി പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു സെക്കൻഡ് മോഡ്യൂൾ, ജനറൽ പർപ്പസ് മെഷീൻ ടൂൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മെഷീനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആലോചിക്കുക, നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മെഷീനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ആക്സെപ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഒഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നമ്മള് ഈ മോഡ്യൂൾ 2 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീനും ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞ ഒരു മെഷീനും, ഈ രണ്ട് മെഷീനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മെഷീനെ പറ്റി പഠിക്കുമ്പോൾ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ ഓപ്പറേഷൻസ് ആ മെഷീനിൽ ചെയ്യാൻ പറ്റും, ആ മെഷീന്റെ പാർട്സ് എന്തൊക്കെ, അങ്ങനത്തെ കുറച്ച് മെക്കാനിസംസ്, അത് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ലെയ്ത്ത്. ഓക്കെ, നമ്മളെ സെക്കൻഡ് മോഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലെയ്ത്ത് എന്നൊക്കെയുള്ളതാണ്. ആക്ച്വലി നിങ്ങളെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ലെയ്ത്ത് പഠിക്കായിരുന്നു. നിങ്ങൾ ഓൾറെഡി അതവിടെ ചെയ്യുന്നത് കൊണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഓൺലൈനിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, എന്താണ് ലെയ്ത്ത് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇനി അങ്ങോട്ട് പഠിക്കുന്ന ഏത് മെഷീനായാലും അതിന്റെ ഒരു പിക്ചർ മനസ്സിലുണ്ടാവണം, അതിന്റെ പാർട്സ് അറിയണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഫ്രം ഹിയർ ഓൺവേർഡ്സ് നിങ്ങൾ മെഷീന്റെ പാർട്സ് കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അത് നല്ല ശ്രദ്ധിച്ച് പാർട്സ് ഒക്കെ നല്ല കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, നമ്മൾ ലെയ്ത്തിലോട്ട് കടക്കാം. എന്താണ് ലെയ്ത്ത്? ലെയ്ത്ത് എന്ന് പറയുന്ന സംഭവം വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻഡസ്ട്രീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടൂൾസും പല വർക്ക് പീസസും പല പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ ലെയ്ത്ത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ലെയ്ത്ത്? ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ് കൺസിഡറിങ് മാനുഫാക്ചറിങ്. ഓക്കെ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷീൻ ടൂളാണ്. പിന്നെ മെറ്റൽ വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ ആണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലേ, നമ്മൾ മെഷീൻ ടൂൾസിനെ പറ്റിയാണ് പഠിക്കുന്നത്. മെഷീൻ ടൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടോട്ടൽ അല്ലെ സെറ്റപ്പിനെയാണ്, അല്ലെ, നമ്മൾ ഒരു മെഷീനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെയ്ത്ത് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. വാട്ട് ഈസ് ലെയ്ത്ത്? ഓക്കെ, ലെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മദർ ഓർ ഫാദർ ഓഫ് ദ എൻറ്റയർ ടൂൾ ഫാമിലി എന്നാണ് പറയുന്നത്. ലെയ്ത്ത് മെഷീനെ പറ്റി പറയുന്നത് അതായത് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ലെയ്ത്തിന് ഒരു മെറ്റൽ വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ ലെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ഉണ്ടാവും, ഒരു ഫിക്സഡ് ടൂൾ ഉണ്ടാവും. ഇതിന്റെ റിലേറ്റീവ് മോഷനിൽ കൂടിയാണ് നമ്മൾ മെറ്റൽ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വർക്ക് പീസ് ഉണ്ടാവും, ഒരു ടൂൾ ഉണ്ടാവും, ഇതിന്റെ റിലേറ്റീവ് മോഷൻ കൊണ്ട് നമ്മൾ എന്ത് സംഭവിക്കുന്നു? മെറ്റൽ കട്ട് ചെയ്തു പോകുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾക്കത് അറിയായിരിക്കുമല്ലോ. ലെയ്ത്ത് ഇതിനു മുന്നേ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത് പോളിക്കാരുണ്ടെങ്കിൽ അവര്
ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഇതിൽ എന്താ പറയുക, നിങ്ങൾക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ലെയ്ത്തിൽ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ലെയ്ത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ലെയ്ത്ത്സിൽ അതിൻ്റെതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ലെയ്ത്തിന്റെ പാർട്സ് ഉണ്ട്. അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പൊ അതിനു മുമ്പേ ഒരു ലെയ്ത്ത് ബേസിക് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ട്, അതായത് ഒരു വർക്ക് പീസ് ഉണ്ടാവും, ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും, വർക്ക് ഹോൾഡ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടാവും, വർക്ക് പീസ് ഉണ്ടാവും. വർക്ക് പീസ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യും. ടൂൾ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും, അത് വെച്ച് ടൂൾ ഹോൾഡ് ചെയ്യും. ഇതിന്റെ റിലേറ്റീവ് മോഷൻ ഉണ്ടാവും, അതായത് ശരിക്കും പറഞ്ഞാൽ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, ടൂള് ഫിക്സ്ഡ് ആയിരിക്കും, ഒരു റിലേറ്റീവ് മോഷൻ കൊടുക്കും, മെറ്റൽ കട്ട് ചെയ്തു പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇതിൽ the cutting tool is feed into the workpiece which rotates about its own axis, causing the workpiece to be formed to the desired shape. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബേസിക് വർക്കിംഗ് നടക്കുന്നത്. നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ഒരു ലെയ്ത്തിന്റെ പിക്ചറാണ്. ഓക്കെ, ഇതിൽ പല പാർട്സ് എന്താ പറയുക കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, പല പാർട്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ പാർട്സ് ഒക്കെ നമുക്ക് പഠിക്കണം. ഇപ്പൊ അല്ല, നമുക്ക് പറയാം. ഈ ഫിഗർ കാണിച്ചത് ഇത് നിങ്ങൾക്ക് ലെയ്ത്ത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ആണെങ്കിൽ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ എങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, മെയിൻ ആയിട്ട് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് വിൽ ഹാവ് എ ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, റൈറ്റ് സൈഡിൽ ഒരു ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും. മെയിനായിട്ട് മിഡിലായിട്ട് നമുക്ക് ഒരു കാരേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. മെയിനായിട്ട് പിന്നെ ഒരു ബെഡ് ഉണ്ടാവും, ലെഗ് ഉണ്ടാവും. വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ആദ്യം ഇത് നിൽക്കുന്ന, അതായത് ലെയ്ത്ത് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുന്ന സമയത്ത് 2 ലെഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ലെഗ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അതിന്റെ മേലെ ഒരു ബെഡ് ഉണ്ടാവും. ബെഡിന് മേലെയായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇതുണ്ടാവുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു ഹെഡ് സ്റ്റോക്ക് അസംബ്ലി എന്ന് പറഞ്ഞ സാധനം, റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്ക് അസംബ്ലി എന്ന് പറഞ്ഞ സാധനം, മിഡിലായിട്ട് കാണുന്നത് ടോട്ടൽ സാധനത്തിന് ഒരു കട്ട പോലെ ഒരു സംഭവം കാണുന്നില്ലേ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാരേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും അറിയാം. ബാക്കി നമുക്ക് ഓരോരോ സ്റ്റെപ്പ് വൈസ് പോവാം. ഓക്കെ, സോ ഹൗ ഇറ്റ് വർക്ക്സ് അല്ലെ. ഹെഡ് സ്റ്റോക്കിലാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യാം. ഹെഡ് സ്റ്റോക്കിലാണ് നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവുക. ഓക്കെ, ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിലാണ് നമ്മൾ എന്തുണ്ടാവുക, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവുക. പൊതുവേ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളത് ചക്സ് എന്നാണ് പറയുക. ഓക്കെ, ചക്ക് ഈസ് വൺ ഓഫ് ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക് സ്ക്രൂ ചെയ്ത് വെച്ച പോലെ ഉണ്ടാവുക. അതായത് ഈ ചക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. ഈ ചക്കിനുള്ളിലാണ് നമ്മൾ എന്ത് വെക്കുക, വർക്ക് വെക്കുക. ഈ ചക്ക് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ജോസ് ഉള്ള ചെക്ക് ഉണ്ട്, 4 ജോ ചെക്ക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചക്സ് ഉണ്ട്, അതൊക്കെ പഠിക്കാം. അപ്പം ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന, നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹെഡ് സ്റ്റോക്കിലാണ് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിലാണ് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. സോ വർക്ക് ഹോൾഡ് ചെയ്യുന്നത് ഹെഡ് സ്റ്റോക്കിൽ, ടൂൾ ഹോൾഡ് ചെയ്യുന്നത് ടൂൾ പോസ്റ്റിന്റെ മേലെ. ഓക്കെ, ടൂൾ ഹോൾഡ് ചെയ്യുന്നത് ടൂൾ പോസ്റ്റിന്റെ മേലെ. ടൂൾ പോസ്റ്റ് ഉണ്ടാവുക കാരേജിലായിരിക്കും. കാരേജ് എന്ന് പറയുന്ന സാധനത്തിലായിരിക്കും ടൂൾ പോസ്റ്റ് ഉണ്ടാവുക. കാരേജ് എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ സംഭവത്തിന്റെ ഒരു പാർട്ടാണ് ടൂൾ പോസ്റ്റ്. ഓക്കെ, ടൂൾ പോസ്റ്റിന്റെ മേലെയാണ് നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ യു വിൽ ഹാവ് എ ടെയിൽ സ്റ്റോക്ക് ആൻഡ്. ഓക്കെ, അപ്പം ഇതിന് ഹെഡ് സ്റ്റോക്കിന്റെയും ടെയിൽ സ്റ്റോക്കിന്റെയും നടുവിലായിട്ട് നമ്മൾ, അതായത് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ലെങ്ത് ഉള്ള ഒരു, അതായത് ഒരു ചെറിയ ലെങ്ത്തുള്ള ഒരു മീഡിയം ലെങ്ത് ഉള്ള ഒരു ബാറാണെന്ന് വിചാരിക്കുക. ഓക്കെ, സർക്കുലർ ബാറാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഹെഡ് സ്റ്റോക്കിൽ, അതായത് ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിൽ, അതായത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ
ഇത് ടെയിൽ സ്റ്റോക്ക് വരെ നിർത്തണമല്ല, ചെറിയ ചെറിയ ഒരു ലെങ്ത് ഉള്ള സാധനമാണ്. ഓക്കെ, ഇറ്റ് ഹോൾസ് ലൈക്ക് കാൻഡിലിവർ പോലെ കാണാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, ജസ്റ്റ് ഉണ്ടാവും. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യും, ടൂൾ പോസിൽ വയ്ക്കും. സെൻ വർക്ക് പീസ് വിൽ റൊട്ടേറ്റ് ആൻഡ് ടൂൾ വിൽ മൂവ്. ഫീഡ് കൊടുക്കും നമ്മൾ ടൂളിനെ വെച്ചിട്ട്. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. സോ it hold the work between two supports called centers. ഇനി വലിയ ലെങ്ത് ഉള്ളതാണെങ്കിൽ അതിനാണ് നമുക്ക് ടെയിൽ സ്റ്റോക്ക് ഉപയോഗിക്കുന്നത്. വലിയ ലെങ്ത് ഉള്ള സാധനമാണെങ്കിൽ 2 സെന്റേഴ്സ്, അതായത് 2 സെന്റേഴ്സിന്റെ നടുവിലായിട്ട് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യും. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ, ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ലൈവ് സെന്റർ ആൻഡ് ഡെഡ് സെന്റർ. ഓക്കെ, 2 സെന്റേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് ലൈവ് സെന്റർ ആൻഡ് ഡെഡ് സെന്റർ എന്നുള്ളതാണ്. അപ്പോൾ 2 സെന്റേഴ്സിലായിട്ട് ലോങ് വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയായിരിക്കും. ചക്ക് ഓർ ഫേസ് പ്ലേറ്റ് which is mounted on the machine spindle is used for holding the work. അപ്പം ഞാൻ പറഞ്ഞു, ചക്ക് എന്ന് പറയുന്ന സാധനം ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ചക്ക്. അതായത് അതൊരു പാർട്ട് ഓഫ് മെഷീൻ അല്ല. മെഷീൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലെ. മെഷീനിൽ ഉള്ള നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ചക്ക്. ഓക്കെ, ചക്ക് ഓർ ഫേസ് പ്ലേറ്റ് ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ മെഷീന്റെ സ്പിൻഡില്, അതും ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിൽ നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ദ കട്ടിംഗ് ടൂൾ ഈസ് ഹെൽഡ് ആൻഡ് സപ്പോർട്ടഡ് ഓൺ ദ ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റിന്റെ മേലെ കട്ടിംഗ് ടൂള് സപ്പോർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, മൂവ്മെന്റ് ഓഫ് ദ ജോബ് ഈസ് റൊട്ടേഷൻ അബൌട്ട് ദ സ്പിൻഡിൽ ആക്സിസ്. അപ്പം എന്താണ് ജോബിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ജോബിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ ആണ്. ഓക്കെ, സ്പിൻഡിൽ ആക്സിസിന് കണക്കായിട്ടുള്ള റൊട്ടേഷൻ. മേലെയുള്ള കാണുന്നത് പോലെ ഒരു ആക്സിസ് വരച്ചാണ്ടോ, ഒരു ആക്സിസ് വരച്ചാണെന്നില്ലേ, വർക്ക് പീസിന് റൊട്ടേഷന്റെ മൂവ്മെന്റും കൊടുത്ത് കാണുന്നില്ലേ. അപ്പൊ ആ ആക്സിസിന് കണക്കായിട്ട് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ടൂൾ ഈസ് ഫെഡ് അഗൈൻസ്റ്റ് ദ റിവോൾവിംഗ് വർക്ക്. ടൂള് വർക്ക് പീസിനെതിരെ നമ്മൾ ടൂള് മൂവ് ചെയ്യിക്കും. ഓക്കെ, മൂവ്മെന്റ് ഓഫ് ദ ടൂൾ ഈസ് ഐദർ പാരലൽ ടു ഓർ അറ്റ് എനി ഇൻക്ലിനേഷൻ ടു ദ വർക്ക് പീസ്. ഒന്നിക്കൽ നമുക്ക് ടൂള് പാരലായിട്ട് പാരലായിട്ട്, അതായത് ഒരു ഇൻക്ലിനേഷനും ഇല്ലാണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. അതർവൈസ് വിൽ ഇൻക്ലൈൻ, അല്ലെ. നമ്മൾ പല ടൈപ്പ് ഓഫ് കട്ടിങ്സ് പഠിച്ചിട്ടില്ലേ, അതിലൊരെണ്ണം. ഓക്കെ, ഏതെങ്കിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് മാത്രം. സോ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓക്കെ അല്ലേ, വളരെ ബേസിക്. ഇതിൽ നമ്മൾ പാർട്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ 2 സെന്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു വർക്ക് പീസ് ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു ടൂള് വെക്കുന്നു എന്ന് പറഞ്ഞു. വർക്ക് പീസ് റിവോൾവ് ചെയ്യുന്നു, ടൂൾ അഗൈൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു, മെറ്റൽ കട്ട് ചെയ്യുന്നു. ഇസ് ദാറ്റ് ഓക്കെ? ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിലാണ് വർക്ക് ഹോൾഡ് ചെയ്യുന്നത്, കാരേജിലാണ് കാരേജിൽ ഒരു പാർട്ടായ ടൂൾ പോസ്റ്റിലാണ് ടൂൾ ഹോൾഡ് ചെയ്യുന്നത്. സെയിം വേ ടെയിൽ സ്റ്റോക്കിന്റെ സൈഡ് എന്ന് പറയുന്നത് ഒരു ലോങ് വർക്ക് പീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സെന്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഈവൻ സെന്ററിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ വേറെ പല പർപ്പസസും ഉണ്ട് ടെയിൽ സ്റ്റോക്ക് സൈഡിൽ, നമുക്ക് പഠിക്കാം. ഓക്കെ, അത് എന്താ പറയാ, കുറച്ച് ഫിഗേഴ്സ് ഇൻ ദ സെൻസ്, അതായത് റൊട്ടേഷിംഗ് വർക്ക് പീസ് ഉണ്ട്, സിലിണ്ടറിക്കൽ സർഫേസ് ഉണ്ട്, അല്ലെ. ഇനി ടാപ്പേർഡ് സർഫേസ് കിട്ടുമ്പോൾ നമ്മളൊരു ഇൻക്ലിനേഷനിൽ വെക്കും. ഇൻക്ലിനേഷനിൽ വെക്കുന്ന ഒരു ടൂൾ ഇൻക്ലിനേഷനിൽ വെക്കുന്നതിന്റെ ഒരു ബേസിക് ഫിഗർ ആണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഒരു ജോബ് ഉണ്ടാവും. സോ വിൽ ഗെറ്റ് എ ടാപ്പേർഡ് സർഫേസസ്. ഓക്കെ, ഇനി നമുക്കൊരു ലെയ്ത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലെയ്ത്ത് എന്ന് പറഞ്ഞ മെഷീൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ മെഷീൻ? എന്താണ് സ്പെസിഫിക്കേഷൻ ഓഫ് എ മെഷീൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കിപ്പോ ഒരു മോട്ടോർ പോയി ഒരു മോട്ടോർ വാങ്ങണം എന്ന് വിചാരിക്കാം. നമ്മളൊരു ഷോപ്പ് പോയിട്ട് നമ്മൾ എന്താ പറയാ, ഇന്ന മോട്ടോർ വേണം എന്ന് പറയാം. പക്ഷെ അതിൽ കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. ഈ സ്പെസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന എന്താ, ഇൻ എ സെൻസ് നമുക്ക് അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഇത്ര വാട്ടിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെ. ഇത്ര കാര്യങ്ങൾ ഉണ്ടാവും, ഇന്ന
രീതിയിലാണ് ഈ മെഷീൻ ഇന്ന സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പം നിങ്ങൾ ഫോൺ എടുത്തു, ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് ഈ ലുക്ക്, അതിന്റെ എന്താ പല പാർട്സ് എന്തൊക്കെയാണ് അല്ലെ. പാർട്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് സാധനമാണ്. അത് കൂടാണ്ട് പറയുന്ന കാര്യങ്ങൾ സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്ന സെപ്പറേറ്റ് ആണ് അല്ലെ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എത്രയാണ് അല്ലെ, എത്ര വിഡ്ത്ത് ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഒരു ബേസിക് മെഷീന്റെ സ്പെസിഫിക്കേഷൻ എന്നുദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും, അതിൽ പല കാര്യങ്ങൾ ഉണ്ടാവും. അത് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളൊരു ലെയ്ത്ത് പറയുമ്പോൾ ലെങ്ത് ബിറ്റ്വീൻ സെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് രണ്ട് ലെങ്ത് ബിറ്റ്വീൻ സെന്റർ അല്ലെ, ലൈവ് സെന്ററും ഉണ്ട് ഡെഡ് സെന്ററും ഉണ്ട്. ഇതിന്റെ ലെങ്ത് എത്രയാണ്, ഇതിന്റെ നടുവിലുള്ള ലെങ്ത്, ലൈവ് സെന്റർ മുതൽ ഡെഡ് സെന്റർ വരെ ഇത്ര ലെങ്ത് ആണ് ഈ ലെയ്ത്തിനുള്ളത്. കാര്യം മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പം ലെങ്ത് ഓഫ് ദ ബെഡ് എന്ന് പറയുന്നത്, അതേപോലെ ഹൈറ്റ് ഓഫ് ദ സെന്റേഴ്സ് എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ്. അതായത് ലെങ്ത് ഓഫ് ദ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോബ്, ഒരു വലിയ ഒരു ജോബ്, അതായത് അതിന് കൂടുതൽ, അതായത് ഈ ലെങ്ത്തിൽ കൂടുതൽ ഒരു ജോബ് നമുക്ക് വെക്കാൻ പറ്റില്ല. സോ ദ മാക്സിമം ലെങ്ത് ഓഫ് ദ ജോബ് ദാറ്റ് ക്യാൻ ബി മൗണ്ടഡ് ബിറ്റ്വീൻ ദ ലേറ്റ് സെന്റേഴ്സ്. രണ്ട് സെന്റേഴ്സ് ഉണ്ട്, ഒരു ലൈവ് സെന്റർ ഉണ്ട്, ഒരു ഡെഡ് സെന്റർ ഉണ്ടെങ്കിൽ അല്ലെ, ഈ രണ്ട് സെന്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് ഓഫ് ദ ജോബിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ബിറ്റ്വീൻ സെന്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു ലേത്ത് മെഷീന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ ആണ് ലെങ്ത് ഓഫ് ദ ബെഡ്. അപ്പം ബെഡിന്റെ ലെങ്ത്, അതായത് ഇറ്റ് വിൽ give us the approximate floor area. അതായത് ഒരു ലേത്ത് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടുന്ന ഒരു സ്ഥലം. ഓക്കെ, ഇപ്പം നമ്മളൊരു ഡെസ്ക് എടുക്കുക, ഒരു ഡെസ്ക് എടുത്ത് നമ്മളൊരു റൂമിലിടുന്നു. അപ്പൊ നമുക്ക് അതിനൊരു സ്പേസ് ഇല്ലേ, ഇത്രയും ഫ്ലോർ ഏരിയ വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ. അപ്പൊ ആ ഐഡിയ തരുന്നത് എന്താ? ലെങ്ത് ഓഫ് ദ ഡെസ്ക് ആണ്. അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ബെഡ് ആണ് നമുക്ക് ഇത്രയും ഫ്ലോർ ഏരിയ ഇതിന് ഒരു ലേത്ത് ഓക്യുപ്പൈ ചെയ്യാൻ വേണം എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു പോയിന്റ്. ഇനി ദ ഹൈറ്റ് ഓഫ് ദ സെന്റേഴ്സ്, അതായത് നമ്മൾ ഈ പറയുന്ന ലൈവ് സെന്റർ, ഡെഡ് സെന്റർ എന്നൊക്കെ പറയുന്ന സംഭവം, അതിന്റെ ഹൈറ്റ്, അതായത് ഫ്രം ബെഡ് അല്ലെ, ബെഡിന്ന് സെന്ററിലോട്ട്, അതായത് ലെഗ് ഉണ്ടാവും, ലെഗിന് മേലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സംഭവത്തിനാണ് നമ്മൾ ബെഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. ബെഡിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ബെഡ് ടു സെന്റേഴ്സ് എത്ര ഹൈറ്റ് നോക്കിയാൽ, ഒരു ബെഡ് ടു സെന്റേഴ്സ് എത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബെഡ് ടു സെന്റേഴ്സ്. ഒരു ഡെഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് കാണുന്നില്ലേ, റൈറ്റ് സൈഡിൽ ഡെഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കാണുന്നില്ലേ, ഈ പിക്ചറിൽ ഡെഡ് സെന്റർ, ടെയിൽ സ്റ്റോക്കിൽ ഡെഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കാണുന്നില്ലേ? അതെ, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ചക്കിന് മേലെ, നമ്മൾ ചക്കിന്റെ നടുവിലായിട്ടാണ് ലൈവ് സെന്റർ വരിക. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ലെങ്ത് ബിറ്റ്വീൻ സെന്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബെഡ്, അതായത് ഈ ടോട്ടൽ ലെയ്ത്തിന്റെ ഏരിയ, അത് ഫ്ലോറിൽ വെക്കുമ്പോൾ ഏരിയനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? എത്ര ബെഡിലെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്ലോർ ഏരിയ മനസ്സിലാവും. ആൻഡ് ഈ ബെഡിന്ന് ഈ സെന്ററിലോട്ടുള്ള ഹൈറ്റിനെയാണ് നമ്മൾ അടുത്ത സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്, ഹൈറ്റ് ഓഫ് ദ സെന്റേഴ്സ്. ഓക്കെ, അടുത്തത് ദ മാക്സിമം ഡയാമീറ്റർ. എന്തിൻ്റെത്? ദ ഡയാമീറ്റർ ഓഫ് ദ വർക്ക് ഓർ ബാർ ദാറ്റ് മേ പാസ് ത്രൂ ദ ഹോൾ ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ. അതായത് ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലിൽ, അതായത് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന വർക്കിന്റെ മാക്സിമം ഡയാമീറ്റർ, അതൊരു ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് വരും. Then the swing diameter of the bed, the maximum diameter of the work that may revolve over the bed base. ഒരു ബെഡ് വേസിന്റെ മേലെ റിവോൾവ് ചെയ്യുന്ന മാക്സിമം ഡയാമീറ്ററിനെയാണ് നമ്മൾ സ്വിംഗ് ഡയാമീറ്റർ ഓഫ് ദ ബെഡ് എന്ന് പറയുന്നത്. സ്വിംഗ് ഡയാമീറ്റർ ഓവർ കാരേജ് എന്നാണെങ്കിൽ ദ മാക്സിമം ഡയാമീറ്റർ ഓഫ് ദ വർക്ക് ദാറ്റ് മേ റൊട്ടേറ്റ് ഓവർ ദ സാഡിൽ. ഒരു സാഡിലിന്റെ മേലെ, സാഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പഠിക്കാം, അപ്പോൾ ആ കാര്യവും മനസ്സിലാവും. സോ ഇതൊക്കെ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് ആണ്. അപ്പം എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മേ ബി നമ്മുടെ എക്സാമിന് ചോദിക്കാം,
വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് ലേത്ത് എന്ന് ഒരു 2 മാർക്കിനോ ആ ഒരു രീതിയിലേ ചോദിക്കുള്ളൂ. എന്താണ് സ്പെസിഫിക്കേഷൻ, ഒരു ലേത്ത് നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യും എന്ന് ചോദിക്കാം. അപ്പം ഇത്രയും പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ലേത്ത് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റണം. ഓക്കെ അല്ലേ? ഈ ഒരു സംഭവം, ഈ കാണുന്ന ഓപ്പറേഷൻ കണ്ടീഷൻ എന്ന് പറയുന്ന സാധനം, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വർക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒരു മെറ്റൽ കട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അല്ലെ, ഓപ്പറേഷൻസിൽ കണ്ടീഷൻസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? കട്ടിങ് സ്പീഡ്, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട് അല്ലെ. കട്ടിങ് സ്പീഡും ഫീഡും ഡെപ്ത് ഓഫ് കട്ടും ആണ് അല്ലെ. കട്ടിങ് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് സ്പീഡ് ഓഫ് ദ വർക്ക് പീസിൽ, അല്ലാതെ നമ്മുടെ സ്പിന്നിൽ എത്ര സ്പീഡിലാണ് അല്ലെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കട്ടിങ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഫീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട് അല്ലെ. ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്താണ് അല്ലെ. ഇത് ഓപ്പറേഷൻസ് കണ്ടീഷൻസ് ആണ്. അതായത് ഈ ഒരു ലേത്തിൽ ഒരു മെഷീൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു മെഷീനിങ്ങിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ കണ്ടീഷൻസ് ആണ് സെലക്ഷൻ ഓഫ് കട്ടിങ് സ്പീഡ്, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. കട്ടിങ് സ്പീഡ്, ഇനി നമുക്ക് പാർട്സിലോട്ട് കിടക്കാം. പാർട്സ് ഓഫ് എ ലേത്ത് അല്ലെ. ബെഡ്, എന്താണ് ബെഡ്? റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ബെഡിന്റെ ചിത്രമാണ്. ഓക്കെ, ബെഡ്. ഈ ബെഡ് എവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ബെഡ് എന്ന് പറയുന്നത് നമുക്ക് ലെഗ്സ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു ഡെസ്ക് കാണുന്നില്ല, നിങ്ങൾ ഒരു ഡെസ്കിനെ പറ്റി ആലോചിക്കുക. അതിന് നിങ്ങളെ ക്ലാസ്സിലൊക്കെ ഇടുന്ന ഒരു ഡെസ്കില്ല, അതിന് 2 ലെഗ് ഉണ്ടാവും അല്ലെ. അതിന്റെ മേലെ ഫസ്റ്റ് സർഫേസ് കാണുന്നത് തന്നെയാണ് നമ്മൾ ബെഡ് എന്ന് വിളിക്കുന്നത്. ഒരു ഇതിന്റെ ലേത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു 2 ലെഗ് ഉണ്ടാവും. ലെഗിന്റെ മേലെയുള്ള ബേസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബെഡ് എന്ന് വിളിക്കുന്നത്. സോ ബെഡ് ഈസ് ദ ബേസ് ഓഫ് ദ മെഷീൻ. ഓക്കെ, എങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിന്റെ ആയിരിക്കും ബെഡ്, അലോയ്ഡ് വിത്ത് നിക്കൽ ആൻഡ് ക്രോമിയം. ഇത് അറിഞ്ഞിരിക്കണം, ഈ പോയിന്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. ബെഡ് എന്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്? മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ അലോയ്ഡ് വിത്ത് നിക്കൽ ആൻഡ് ക്രോമിയം. ഈ ബെഡ്, ഈ അലോയിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? വാട്ട് യു മീൻ ബൈ അലോയിങ്? അലോയിങ് വിത്ത് നിക്കൽ ആൻഡ് ക്രോമിയം. അലോയ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾ പഠിച്ചല്ലേ മെറ്റീരിയൽസിൽ. വാട്ട് യു മീൻ ബൈ അലോയ്? ഓക്കെ, സോ ഒരു ബേസ് ഓഫ് ദ മെഷീൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് സപ്പോർട്ട്സ് ഹെഡ് സ്റ്റോക്ക്, കാരേജ് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. അതായത് ബെഡിന് മേലെ, അതായത് ബേസിന് മേലെ വരുന്ന എല്ലാ സാധനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഈ ബെഡാണ്. ഓക്കെ, ഞാൻ വളരെ ചുരുക്കിയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതുപോലെ എഴുതിയാൽ പോരാ, ഇതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, എക്സാംസിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം പോയിന്റ്സ് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് 2 ലെഗ് ഉണ്ടാവും, അതിന്റെ മേലെ കാണുന്ന ഫസ്റ്റ് സർഫേസ്, അതായത് ബേസ് ഓഫ് ദ മെഷീനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ബെഡ് എന്ന് വിളിക്കുന്നത്. ഈ ബെഡ് ശരിക്കും എന്താ ചെയ്യുന്നത്? അതിന് മേലെ വരുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ബെഡ് ചെയ്യുന്നത്. സോ ഹെഡ് സ്റ്റോക്ക്, കാരേജ് ആൻഡ് ടെയിൽ സ്റ്റോക്ക്, ഇതിനെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ബെഡ് ചെയ്യുന്ന, അതിന് ബെഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഇറ്റ് വിൽ ഹാവ് ഗൈഡ് വേസ്. ഓക്കെ, ഗൈഡ് വേസ് ഉണ്ടാവും ബെഡിന്റെ മേലെ. ഈ ബെഡിന്റെ മേലെയുള്ള ഗൈഡ് വേസിന്റെ മേലെയാണ് നമ്മൾ പല കാര്യങ്ങളും വെക്കുന്നത്. ഓക്കെ, ആൻഡ് വെരി സ്ട്രോങ് ടു റെസിസ്റ്റ് കട്ടിംഗ് ഫോഴ്സസ് ആൻഡ് വൈബ്രേഷൻ. അപ്പം ഒരു പ്രോസസ്സിൽ നടക്കുന്ന കട്ടിംഗ് ഫോഴ്സിന്റെയും വൈബ്രേഷൻ അല്ലെ, കട്ടിംഗ് ഫോഴ്സസ് ഉണ്ടാവും, വൈബ്രേഷൻസ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലെ. നമ്മൾ ഒരു മെഷീനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഒരു ലാർജർ കട്ടിങ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം അല്ലെ, ആ ഫോഴ്സ് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ എന്താ? മെഷീൻ ഫെയിൽ ആവും. ശരിയല്ലേ? അപ്പം ഈ ബെഡ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ടോട്ടൽ സംഭവങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ വരിക, അതായത് വൈബ്രേഷൻ എഫക്ട് ചെയ്യുക ഈ ബെഡിനെ ആയിരിക്കും ചിലപ്പം. സോ ഇറ്റ് ഷുഡ് ബി വെരി സ്ട്രോങ് ടു റെസിസ്റ്റ് ദ കട്ടിംഗ് ഫോഴ്സസ് ആൻഡ് വൈബ്രേഷൻ. ഓക്കെ അല്ലേ? ഒരു ബെഡ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത പാർട്ട് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന പാർട്ട്. അതായത് നിങ്ങളുടെ ഒരു ലെയ്ത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, അല്ലെ ലെഫ്റ്റ് സൈഡിലല്ലേ വരിക ഹെഡ് സ്റ്റോക്ക്? ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, എന്താണ് ഹെഡ് സ്റ്റോക്ക്? ഹെഡ് സ്റ്റോക്കിന്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹെഡ് സ്റ്റോക്ക് ഈസ് ക്ലാംപ്ഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് എൻഡ് ഓഫ് ദ ബെഡ്. ലെഫ്റ്റ് ഹാൻഡ്, അതായത് ബെഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്ലാമ്പ് ചെയ്ത് വെക്കുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെഡ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. റൈറ്റ് സൈഡിൽ ചെറിയൊരു ഫിഗർ ഉണ്ട്. ഓക്കെ, എന്തിലാണ് ഹെഡ് സ്റ്റോക്ക്? ഹെഡ് സ്റ്റോക്കിന് സ്പിൻഡിൽ ഉണ്ടാവും. ഓക്കെ, ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ. ഓക്കെ, അത് ഹോളോ ആയിരിക്കും. ഹോളോ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് സപ്പോർട്ടഡ് ബൈ ബിയറിംഗ്. ഹോളോ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് സപ്പോർട്ടഡ് ബൈ ബിയറിങ്സ്. ബിയറിങ്സിനെ വെച്ചിട്ട് ഒരു ഹോളോ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് അല്ലെ. അപ്പം ഇതിന്റെ മേലെ, ഇതിന്റെ ഉള്ളിൽ, അതായത് ഹെഡ് സ്റ്റോക്കിന്, ഹെഡ് സ്റ്റോക്കിന്റെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഹെഡ് സ്റ്റോക്കിന്റെ ഉള്ളിൽ ചെറിയ ഒരു ത്രെഡ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകും. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്ത് ചെയ്യുന്നത്? വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. വർക്കിനെ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആ പാർട്ടിലാണ്. എന്നിട്ട് ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിന് ആണ് നമ്മൾ വർക്ക് വെക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് ഡ്രൈവ് ത്രൂ ഗിയേഴ്സ് ടു ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഡ്രൈവ് ത്രൂ ഗിയേഴ്സ് ടു വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. അപ്പം നമുക്ക് ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിന് ഡ്രൈവ് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ഗിയേഴ്സ് വഴിയാണ് ടു ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. ഓക്കെ, അപ്പം ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്വാഭാവികമായും ഹെഡ് സ്റ്റോക്കിൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ട് വരുന്നത് ഹെഡ് സ്റ്റോക്കിന്റെ സൈഡിലാണ്. ഇറ്റ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബെഡ്. ഇനി എന്താണ് കാരേജ്? ഓക്കെ, കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാരേജ് എന്ന് പറയുന്നത്, വെയിറ്റ് ഒരു മിനിറ്റ്, ഈ മിഡിൽ ഈ ഫിഗർ കാണുന്നില്ല എല്ലാരും? ഓക്കെ, ഇതിൽ നടു പാർട്ടിൽ ഒരു തള്ളി നിൽക്കുന്ന ഒരു സാധനമില്ലേ, ഒരു, അതായത് ഈ സംഭവം, ഈ ടോട്ടൽ സാധനം, ഇതിനെയാണ്, ഈ ടോട്ടൽ സാധനത്തിനെയാണ് നമ്മൾ കാരേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാരേജിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. കാരേജ്, ദർ ആർ 4 പാർട്സ് ആക്ച്വലി. എന്തൊക്കെയാണ് പാർട്സ്? മെയിൻ പാർട്സ്. ഓക്കെ, കാരേജിൽ 4 പാർട്ടുണ്ട്. സാഡിൽ, ക്രോസ് ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ഓക്കെ, ടൂൾ പോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ആപ്രോൺ, ഇത്രയും കാര്യങ്ങൾ വരും. ഇനി ഇതിൽ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. സാഡിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, സാഡിൽ, ക്രോസ് ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്. ഓക്കെ, ഈ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് സാഡിൽ, ഈ സാഡിൽ, ക്രോസ് ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ് ആൻഡ് ടൂൾ പോസ്റ്റ്. ഓക്കെ, സോ സാഡിൽ എന്താണ്? സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് ഫിറ്റഡ് ഓവർ ദ ബെഡ്. ബെഡിന് മേലെ എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ്, എച്ച് ഷേപ്പിലുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓവർ ദ ബെഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ സാഡിൽ എന്ന് പറയുന്നത്. ഇറ്റ് മൂവ്സ് അലോങ് ദ ഗൈഡ് വേ. അല്ലെ, ബെഡിന് മേലെ ഗൈഡ് വേസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ ഓൾറെഡി? അത് ഗൈഡ് വേസ് എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്, നമുക്ക് മൂവ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, മൂവ്മെന്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പാത്തിനെയാണ് നമ്മൾ ഗൈഡ് വേ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ഗൈഡ് വേനെ മേലെ ഒരു എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് വെക്കും, സോ ദാറ്റ് ദിസ് ക്യാൻ മൂവ് അലോങ് ദ ഗൈഡ് വേസ്. ഗൈഡ് വേസിന് മേലെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാരീസ് ക്രോസ് സ്ലൈഡ് ആൻഡ് ടൂൾ പോസ്റ്റ്. സാഡിലാണ് ക്രോസ് സ്ലൈഡിനെയും, അതായത് സാഡിലിന്റെ മേലെയാണ് ക്രോസ് സ്ലൈഡും ടൂൾ പോസ്റ്റ് എന്ന് അർത്ഥം. ഇറ്റ് ക്യാരീസ് ക്രോസ് സ്ലൈഡ് ആൻഡ് ടൂൾ പോസ്റ്റ്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ടു ദ റിക്വയർഡ് പൊസിഷൻ ആൻഡ് ലോക്ക്ഡ് ടു ദ ബെഡ്. സാഡിൽ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് അല്ലെ ഒരു കാരേജ് എന്ന് പറഞ്ഞ ഒരു ഫുൾ പോർഷൻ ഉണ്ട്. ഈ കാരേജിൽ 4 പാർട്ട് ഉണ്ട്. സാഡിൽ,
4 to 5 നിങ്ങൾക്ക് വേണമെങ്കിൽ 5 പറയാം. സാഡിൽ, ക്രോസ് ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ് ആൻഡ് സം അപ്രോൺസ്. ഓക്കെ, അത് ഞാൻ പറയാൻ എന്താണ്. സാഡിൽ അല്ല, അതിൽ സാഡിലാണ് പഠിക്കുന്നത്. കാരേജിന്റെ ഒരു പാർട്ട് ആണ് സാഡിൽ. ഈ സാഡിൽ എന്താന്ന് പറഞ്ഞാൽ ബെഡിന് മേലെ ഗൈഡ് വൈസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ബെഡിന്റെ മേലെ നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ഒരു എച്ച് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ചെയ്ത ഒരു പാർട്ടിനെയാണ് നമ്മൾ സാഡിൽ എന്ന് പറയുന്നത്. ഇതിന് മേലെയാണ് ക്രോസ് ലൈഡും ടൂൾ പോസ്റ്റ് ഒക്കെ വരുന്നത്. ഇതും ഈ ഗൈഡ് വേസിൽ വെച്ചിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പം ഇതിനെ നമുക്ക് മൂവ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ നമുക്ക് വേണേൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സോ സാഡിൽ ഹെൽപ്സ് ടു മൂവ് അലോങ് ദ ഗൈഡ് വേസ് വിച്ച് ഈസ് ഫിറ്റഡ് ഓവർ ദ ബെഡ് and it carries the cross line and tool post. Okay അല്ലേ? ഓക്കെ, ഇനി എന്താണ് ക്രോസ് സ്ലൈഡ്? ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്ന സാധനം ഇത് സാഡിലിന് മേലെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന് മേലെയാണ്, ക്രോസ് സ്ലൈഡിന് മേലെയാണ് എന്തുണ്ടാവുക? കോമ്പൗണ്ട് റെസ്റ്റും ടൂൾ പോസ്റ്റും ഉണ്ടാവുക. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാർക്സ് ഡിഗ്രീസിൽ ഇങ്ങനെ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്ക് ഒരു ഈ ടൂൾ പോസ്റ്റ് തന്നെ ഫുള്ളായിട്ട് ഒരു ഇൻക്ലിനേഷനിൽ തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് ടാപ്പർ ടേണിംഗ് ടു സെറ്റ് ദ ടൂൾ ഫോർ ആൻ ആംഗുലാർ കട്ട്സ്. ടോട്ടൽ ടൂളിനെ നമ്മൾ ഒരു ആംഗുലാർ കട്ടിന് വേണ്ടി യൂസ് ചെയ്യുമ്പം നമ്മൾ ചെറുങ്ങനെ തിരിച്ച് ഇൻക്ലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് ഉപയോഗിക്കുന്നത്. നോ പവർ ഫീഡ് ഒന്നും വേണ്ട. മൈക്രോ ഡയൽ ഷോയിങ് ദ ഡെപ്ത് ഓഫ് കട്ട്. എത്ര ഒരു മൈക്രോ ഡയൽ ഉണ്ടാവും, ആ ഡയലാണ് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് കാണിക്കുന്നത്. ഞാനൊരു ഫിഗർ കാണിച്ചു തരാം, ഓൾറെഡി കാണിച്ചാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഫിഗർ ഇല്ലേ, ഈ ടൂള് നമ്മൾ ഒരു എങ്ങനെയാ ഒരു ഇൻക്ലൈനേഷനിലാണ് ഉള്ളത് അല്ലെ. ആ മാർക്ക് ചെയ്ത കണ്ടോ, ഒരു ഡിഗ്രീസ് ആയിട്ട് മാർക്ക് ചെയ്ത സാധനം കാണുന്നില്ലേ, ആ ടോട്ടൽ സാധനത്തിനാണ് നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കാരേജിൽ ആദ്യം ഉണ്ടാവുക എന്താണ്? ഫസ്റ്റ് പാർട്ട് എന്താണ്? കാരേജിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സാഡിലാണ്. സാഡിലിന്റെ മേലെ എന്തുണ്ടാവും? ക്രോസ് സ്ലൈഡ് ഉണ്ടാവും. ക്രോസ് സ്ലൈഡിന്റെ മേലെ കോമ്പൗണ്ട് റെസ്റ്റ്, ദെൻ ഇറ്റ് കംസ് ടു ടൂൾ പോസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൂളിന് ആംഗുലാർ കട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നാ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്ന സാധനം, ടൂൾ പോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൂള് ക്ലാമ്പ് ചെയ്ത് വെക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫിറ്റഡ് ഓവർ ദ കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റിന്റെ മേലെയായിട്ട് ടൂൾ പോസ്റ്റ് വരും. പല ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ഉണ്ട്. സിംഗിൾ സ്ക്രൂ ഉണ്ട്, ഓപ്പൺ സൈഡ് ഉണ്ട്, 4 ബോൾട്ട് ഉണ്ട്, 4 വേ ടൂൾ ഉണ്ട്. അതായത് നമുക്ക് എത്രത്തോളം ടൂൾസ് വെക്കാൻ പറ്റും, എങ്ങനെ ടൂളിന് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ടൂൾ പോസ്റ്റുകൾ ഉണ്ട്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് ഈ ഒരു പാർട്ടും ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന പാർട്ടും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം റൈറ്റ് സൈഡ് ഓഫ് ദ ലെയ്ത്ത് ആണ് അല്ലെ, പ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലെയ്ത്ത്. നിങ്ങൾക്ക് റൈറ്റിൽ ഫിഗർ കാണാൻ പറ്റും ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സപ്പോർട്ട് ലോങ് വർക്ക് പീസസിനെ ഒരു ഡെഡ് സെന്റർ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഉപയോഗിക്കുന്നത്. ടെയിൽ സ്റ്റോക്കിൽ വേറെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രില്ലിങ്, ടാപ്പിംഗ്, റീമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നമുക്ക് ഒരു ലെയ്ത്തിൽ ചെയ്യണമെങ്കിൽ വി ഷുഡ് യൂസ് ടെയിൽ സ്റ്റോക്ക്. ഓക്കെ, ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യണം. ടെയിൽ സ്റ്റോക്കിലുള്ള പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് വീൽ ഉണ്ടാവും. ഓക്കെ, ഒരു ക്ലാമ്പ് ഉണ്ടാവും, ഒരു ലിവർ ഉണ്ടാവും, പിന്നെ ഒരു ചെറിയൊരു ഓഫ്സെറ്റ് സ്ക്രൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, പിന്നെ ഒരു സ്പിൻഡിൽ ഉണ്ടാവും. ആൻഡ് യു സീ ദ ഡെഡ് സെന്റർ. ഈ സാധനങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ റൈറ്റ് സൈഡിലുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പഠിക്കാം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗോട്ട് ഇറ്റ്? എല്ലാവരും ഓക്കെ അല്ലേ ഇന്നത്തേത്? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ, ഒരു മിനിറ്റ്.